Hi, welcome to Saji's Innovations. നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡ്സിലെ ഫസ്റ്റ് ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതേ കുറേ ആലോചിച്ചു ഞാൻ എന്താണ് ഇപ്രാവശ്യം ക്രിസ്മസിന് ഉണ്ടാക്കുക എന്നുള്ളത്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് കുറേ ഐറ്റംസ് ചെയ്തു, ബട്ട് ഇത്തവണ കുറച്ചും കൂടെ സ്പെഷ്യലാണ്. കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടുതലുള്ള ക്രിസ്മസാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് പിടിയും കോഴിക്കറിയുമാണ്. പിടിയും കോഴിക്കറി എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം ഭാഗത്ത് കുറച്ച് അധികം അറിയപ്പെടാത്തൊരു സാധനമാണ്. പക്ഷേ കോട്ടയം സൈഡൊക്കെ പോയാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു വിഭവമാണ് ഈ പിടിയും കോഴിക്കറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിത് കുറേ ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനൊരു ഐഡിയ തന്നത് ഉദയാണ്. ഇത് ആ സൈഡിൽ ഇരിപ്പുണ്ട്, കണ്ടോ? എനിക്കുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സ്ഥിരമായിട്ട് പിടിയും കോഴിക്കറി ഉണ്ടാക്കുന്ന ടീമാണ്. അപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്തവണ പിടിയും വറുത്തരച്ച കോഴിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം പിടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കോഴിക്കറിയിലേക്ക് കിടക്കാം. അപ്പോൾ പിടിക്ക് ആവശ്യമായ ഐറ്റംസ് മാത്രം ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ വച്ചിരിക്കുന്നത് ശരിക്കും അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇതിൽ 2 കപ്പ് പുട്ടിൻ്റെ പൊടിയും 2 കപ്പ് അപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കാരണം പുട്ടിൻ്റെ പൊടി മാത്രമാണ് കുറച്ച് തരി കൂടിപ്പോവും. അപ്പോൾ പുട്ടിൻ്റെ പൊടിയിൽ മാത്രം ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ആ തരി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി 2 കപ്പ് അപ്പത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ഈക്വലാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയാണേ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനൊന്ന് വറുത്തെടുക്കുക. വറുത്ത് മീൻസ് ഭയങ്കരമായിട്ട് വറുക്കണ്ട, ഒരു ചെറുതായിട്ടൊന്ന് നിറം മാറുന്നത്, നല്ലൊരു മണം വരും വറുത്തതിൻ്റെ. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ അരിപ്പൊടി തേങ്ങ മിക്സ് ഏതാണ്ട് മൂത്ത് വരുന്നുണ്ട്. ഒരു അരിപ്പൊടി വറുത്തതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. അത്രയും വരുന്നത് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളൊരു സാധനം നമ്മളിനി ഉണ്ടാക്കിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. ഓക്കെ. അപ്പോൾ പൊടി വറുത്ത് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതേസമയം ഞാൻ വേറൊരു പാത്രത്തിൽ കുറേ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു 240 ml കപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പൊടിയുടെ അളവും പറഞ്ഞത്. ഈ കപ്പ് കൊണ്ട് തന്നെ ഏകദേശം ഒരു 20 കപ്പ് വെള്ളം അതിലെടുത്തിരിക്കുന്നത്. ഇത്രയും വെള്ളം നമുക്കിത് പൊടി മിക്സ് ചെയ്യാൻ വേണ്ട, ബാക്കി നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു തരാം എന്തിനാണെന്ന് ഞാൻ. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കാൻ വയ്ക്കുമ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഇടണം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങ ഇടുന്നത് കേട്ടോ. തേങ്ങ ഇതൊരു 3 ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ. നല്ല ജീരകം എന്നോ ചെറിയ ജീരകം എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഒരു 10 ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. സോ ഇത്രയും കൂടെ നമുക്ക് മിക്സിക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ. അത്രയും ഐറ്റംസ് ഞാനിപ്പോൾ മിക്സിയിൽ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കാൻ വയ്ക്കുക. അപ്പോഴേ ഇതിൻ്റെ സത്തെല്ലാം ഈ ജീരകത്തിൻ്റെയൊക്കെ സത്ത വെള്ളത്തിലേക്ക് ഊരി ഇറങ്ങുകയുള്ളൂ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വെള്ളത്തിൻ്റെ ചൂടോടെ തന്നെ ഈ പൊടിയിലേക്ക് കുറച്ച് ഒഴിക്കുക. ഇതിലൊരു 5-6 കപ്പ് നമുക്ക് ഉറപ്പായിട്ട് ഒഴിക്കാം, കുഴപ്പമില്ല. ഞാനൊരു 5 കപ്പാണ് ആദ്യം ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ജീരകം ഉറപ്പായിട്ടും കേട്ടോ. ജീരകം ഒരു പ്രത്യേക ടേസ്റ്റാണ്. 5 കപ്പ് ഒഴിച്ചിട്ട് ഒന്നും ആയിട്ടില്ല. നമുക്കിനി ഒഴിക്കാം 2 കപ്പും കൂടെ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൈകൊണ്ട് തൊടാവുന്ന അവസ്ഥയിലാകും. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ അരിപ്പൊടി ഇപ്പോൾ കൈകൊണ്ട് തൊടാവുന്ന അവസ്ഥയിലേക്ക് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇത്രയും നനവ് മതി കേട്ടോ. നമ്മളൊരു 7 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ചില അരിപ്പൊടി കുറേ അധികം വെള്ളം പിടിക്കും. അങ്ങനെ അത് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട്
മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പിടിയാക്കി മാറ്റണം. പിടി മീൻസ് ചെറിയ ചെറിയ ഉരുളയാക്കി മാറ്റണം. നമുക്ക് നോക്കാം എങ്ങനെ ഉരുളയാക്കണമെന്ന്. അപ്പോൾ നമ്മൾ പിടി ഉണ്ടാക്കുന്ന ആ പരിപാടിയിൽ ഏറ്റവും ടൈം എടുക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുടുംബമായിട്ടിരുന്നാണ് ഇപ്പോൾ പിടി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ പിടി എന്ന് പറഞ്ഞാൽ 2 ഇതിൽ ഉണ്ടാക്കാറുണ്ട്. ചിലതിങ്ങനെ ചെറിയ ഉരുളയായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതാണ് കുറച്ച് ഭംഗി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഭാര്യയൊക്കെ സാധാരണ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ പിടി ഷേപ്പിൽ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉരുളായിട്ട് ഉണ്ടാക്കാൻ പോണേ. ഇതേ മോനുണ്ട്, ഉദയുണ്ട്, മൂത്ത മോൻ ക്യാമറയുടെ പുറകിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുക, കോട്ടയം ഭാഗത്തൊക്കെ ക്രിസ്ത്യാനികളുടെ കൂട്ടിൽ പഴയ കാലത്ത് ഇതൊരു ഫാമിലി ആയിട്ടിരുന്ന് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇത് കൊഴുക്കട്ട എന്നൊരു സാധനം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അറിയുന്നത് കരുതുന്നു. കൊഴുക്കട്ടയും ഏതാണ്ട് ഇതേ പ്രോസസ്സൊക്കെ തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം. ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് പിടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് മൊത്തം ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾ ഉരുട്ടിയെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ ശ്രമഫലമായിട്ട് നമ്മുടെ എന്താ പറയുക പിടി വളരെ ഭംഗിയായിട്ട് 2 പ്ലേറ്റിൽ ഒരേ അളവിൽ, ഞങ്ങൾ 4 പേര് ചെയ്തെങ്കിലും ഒരേ അളവിലായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പിടി ഉണ്ടാക്കുന്ന മെയിൻ പ്രോസസ്സിലേക്ക് കിടക്കാം. ഞാൻ ആ പാത്രത്തിൽ നേരത്തെ ഇരുന്ന വെള്ളത്തിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതൊന്ന് അരിച്ച് കളഞ്ഞു. അതിലുള്ള തേങ്ങയും അതിൻ്റെ ജീരകവും എല്ലാം അരിച്ച് കളഞ്ഞതിന് ശേഷം അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടി. അതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് തേങ്ങയുടെ പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ എപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. തേങ്ങാപ്പാൽ ചേർത്താൽ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഓൾറെഡി നമ്മളതിൽ തേങ്ങ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തേങ്ങയുടെ സ്മെൽ എന്തായാലും ഉണ്ടാവും. എന്നാലും തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെച്ച് വെള്ളം എപ്പോഴേ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിൽ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. നേരത്തെ ഞാൻ വിട്ടുപോയതാണ്. നമ്മൾ ആ പിടിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളത്തിൽ ഉപ്പില്ല. നമ്മളിനി ചിക്കൻ കറിയിലും ഉപ്പിടും. അത് കണക്കാക്കി ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മളിനി ഈ പിടി ഇടണം. പിടി ഇടുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ഒരു 5 ചെറിയ ഉരുള, 5 പിടി നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. 5 ഞാൻ പിന്നെ പറഞ്ഞുതരാം. 5 മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ഈ വെള്ളത്തിലേക്ക് പതിയെ ഇടുക. പിടി എപ്പോഴും ഒരു പരന്ന പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പിടി മൊത്തം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി കേട്ടോ വലിയ കുഴപ്പമില്ല, അങ്ങനെ തന്നെ കിടപ്പുണ്ട്. എന്നാൽ അധികം ഇളക്കി കൊടുക്കരുത്. ഒന്ന് എന്ത് വരട്ടെ. ഇത് തിളച്ച് ഒന്ന് ഈ ഗ്രേവി തിക്കായിട്ട് വരണം. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും വറുത്തരച്ച കോഴിക്കറിയുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിടി ഉണ്ടാക്കാൻ തന്നെ കുറേ സമയം എടുത്തു. പിടി ഓൾമോസ്റ്റ് ആയി. നമ്മളിപ്പോൾ അടുത്തൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് കോഴിക്കറി ഉണ്ടാക്കാനുള്ള തുടക്കത്തിലാണ്. അതിന് കോഴിക്കറി നമ്മൾ വറുത്തരച്ചതെന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊന്ന് തേങ്ങ വറുക്കണം. തേങ്ങ വറുക്കുന്നത് മാത്രം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ഉണ്ടാക്കുന്ന മുറയ്ക്ക് നമുക്ക് കാണാം കേട്ടോ. ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഞാൻ വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടത് ഞാനൊരു 1.5 കപ്പ് തേങ്ങ എടുത്തിരിക്കണം കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്നത് ശരിക്കും 1.5 കിലോ ചിക്കന് വേണ്ടിയാട്ടോ. 1.5 കിലോ ചിക്കനാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ 1.5 കപ്പ് തേങ്ങ ചെറുതായിട്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരൊന്ന് വറുത്തെടുക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇപ്പോൾ ഇതൊരു ബ്രൗൺ നിറത്തിലോട്ട് മാറിയിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഈ തേങ്ങ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ വറുത്ത തേങ്ങയെ ശരിക്കും മിക്സിക്ക് അരച്ചിട്ട് പേസ്റ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം അത് നമ്മുടെ എന്താ പറയുക പിടി കണ്ടോ അവിടെ ഇരുന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇടും. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരട്ടെ, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആവട്ടെ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് തേങ്ങാക്കൊത്ത് ഈ ചിക്കൻ്റെ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് ഇതിലിട്ട് കൊടുക്കുക. ഒത്തിരി മൂക്കണ്ട, അതാ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇട്ടത് കേട്ടോ. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 4 മീഡിയം സവാള ഞാൻ എടുത്തിരിക്കണം കേട്ടോ. 1.5 കിലോ ചിക്കന് 4 മീഡിയം സവാള എടുത്തിരിക്കണം, ഇതിലേക്ക് കൊടുക്കാം.
സവാള ഇട്ട് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് സവാള വാടി കിട്ടും. ഇനി സവാള ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുക്കുക. വാടി വരുന്നുണ്ട്. അതേസമയം നമ്മൾ നോക്കൂ, ഇതിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പിടി അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലും തിക്കായിട്ട് ചിലർ എടുക്കാറുണ്ട്. നമ്മൾ കുറച്ചുകൂടി തിക്കാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു 5 ഉരുള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും നമുക്ക് വേണ്ട, കാരണം നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ തിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ഉരുള മാവ് നമ്മൾ അല്ലെങ്കിൽ ഒരു 3 ഉരുള എടുക്കാം. നമുക്ക് ഒരു 3 ഉരുള ഇട്ടിട്ട് അല്പം വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി കേട്ടോ. കുറച്ചും കൂടി തിക്കാക്കി എടുക്കാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു മസ്റ്റ് സംഭവമാണ്, പക്ഷെ നമ്മളത് പ്രതീക്ഷയിലും തിക്കായതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 5 എണ്ണം വേണ്ടി വരുമായിരുന്നു. ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്നും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിടി റെഡിയാവും. തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പിടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയാണ്. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നല്ല ബോൾസ് ഇങ്ങനെ കിടക്കും, ഒന്നും പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഫസ്റ്റ് ടൈം ചെയ്യണവർക്കും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിൽ തീ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റാവും വെക്കുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ സെറ്റാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള ഒരു ഇളം ബ്രൗൺ നിറമായിട്ടുണ്ട്, അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ സമയം നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ നല്ല നിറം കിട്ടും. നിങ്ങൾ ശരിക്കും സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. സോ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ മസാലയെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ തേങ്ങ വറുത്ത് അരച്ച തേങ്ങയല്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് മൂക്കട്ടെ ഈ മസാലയുടെ കൂടെ കിടന്നിട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കാതെ. അപ്പോൾ ഈ ചിക്കനും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മളിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, അതായത് ഒരു കപ്പ് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1-ാം പാലോ 2-ാം പാലൊന്നുമല്ല, കുറച്ച് പാലങ്ങ് എടുത്തു, അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. സോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മറന്നുപോയൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ചെയ്യുന്നതാണ്, കറിവേപ്പില ഇടാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇടുന്നത് നിങ്ങൾ നേരത്തെ ഇട്ടേക്ക് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. യെസ്, അത്യാവശ്യം ഗ്രേവി ഉണ്ട്. നമ്മളിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് ടൈം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു 15 മിനിറ്റ് വേവിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനും പിടിയും റെഡി ആയിട്ടുണ്ട്. ഇതേ ചിക്കൻ കറി വളരെ ഭംഗിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ട്. യെസ്, ഇത് ചിക്കൻ കറി. നമ്മുടെ പിടിയും ഇവിടെ ഇതാ നല്ല തിക്കായിട്ട് കട്ടയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ചെറിയൊരു പ്രോസസ്സ് കൂടെ ബാക്കിയുണ്ട്, കടുക് വറുക്കൽ എന്നൊരു പ്രക്രിയ. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കടുക് ഇടുകയാണ് കേട്ടോ. കടുക് പൊട്ടുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കടുക് കൊടുത്താൽ വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ. ഒരു 3 വറ്റൽമുളക് ഇടുന്നുണ്ട്. കുറച്ചധികം കറിവേപ്പില ഇടുന്നുണ്ട്.
നമ്മൾ ഈ ചിക്കനിൽ അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിക്കനിൽ നെയ്യാണ് ഈ നിൽക്കുന്നത്. ആകെ 3 ടേബിൾ സ്പൂൺ എണ്ണയെ ചേർത്തിട്ടുള്ളൂ ആദ്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറിയും പിടിയും റെഡിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, വീഡിയോ എടുക്കണ്ട്. ഇതാ ഒരാൾ എനിക്കുള്ള സപ്പോർട്ടോട് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സൈസ് ഓക്കെ. കുഴപ്പമില്ല, അത്രയും സൈസൊന്നും കുഴപ്പമില്ല. എല്ലാം ഒരേ ഏതാണ്ട് ഒരേ സൈസിൽ വന്നാൽ മതി. നാളെ പത്തിരി നല്ല വട്ടുപത്തിരി. നമ്മൾ ആദ്യം കോഴിക്കോട് ഭാഗത്തൊക്കെ കണ്ടുതരുന്ന നല്ല വട്ടുപത്തിരിയാണ്. അപ്പോൾ നമ്മൾ പിടിയും വറുത്തരച്ച കോഴിക്കറിയും വളരെ ഭംഗിയായിട്ട് 2 രീതിയിൽ സെർവ് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഞങ്ങൾ കഴിക്കാറുള്ളത് ഇത് സെപ്പറേറ്റ് ഇങ്ങനെ സെർവ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ കുറച്ച് കഴിക്കുക ചെയ്യുന്നത്. പക്ഷേ ഉദയം പറയുന്നത് ഉദയൻ്റെ നാട്ടിൽ കഴിക്കുന്ന ഇത് ഫുള്ളായിട്ട് ഈ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അത് 2 രീതിയിൽ കഴിക്കാമെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളിത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്ന ഉദയനുള്ളതുകൊണ്ട് ഉദയനാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഞാനും എടുക്കട്ടെ കുറച്ച്. ഞങ്ങൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടായിരിക്കുന്ന ഗ്രേവി കൂടുതൽ വേണമെന്നുള്ള ഗ്രേവി നേരത്തെ എന്താ പറയുക അധികം ഗ്രേവി വെച്ചെടുക്കുക കേട്ടോ. യെസ്, കഴിച്ചു നോക്കൂ. ഒരു പിടിയും ഒരു കഷ്ണം ചിക്കനും. എൻ്റെ സൂത്രധാരൻ മെയിനായിട്ട് ഉദയന കേട്ടോ. ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. ഞാനൊരു 4 ദിവസം വീട്ടിലുണ്ടെങ്കിൽ പോരുന്നതിന് മുന്നേ അമ്മോട് പറയാറുണ്ട് 4 ദിവസം പിടിയാണ്. അപ്പോൾ സജിച്ചേട്ടാ എന്താ ക്രിസ്മസിന് ചെയ്യുന്ന വെച്ചാൽ പിടി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ളത്. എന്നാൽ ഒരായിട്ട് അത് തന്നെ ആവട്ടെ. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് സീരീസിലെ ഫസ്റ്റ് ഐറ്റമാണ് പിടിയും കോഴിക്കറിയും. ഇതെല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്.